ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വർക്കല ബീച്ചിലേക്ക് പോവുകയാണ്. നിങ്ങളും വായോ. വർക്കല സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകത്താണ് വർക്കല ബീച്ച് അഥവാ പാവനാശം. ജനാർദ്ദന ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റായി സ്വർണ്ണ നിറത്തിലുള്ള അമ്പലം കാണപ്പെട്ടു. ഒരുപാട് വഴിയോര കഥകൾ, പൂജയ്ക്കാവശ്യമായ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അമ്പലത്തിന്റെ അടുത്തായി വലിയ ക്ഷേത്രക്കുളം. കാറ്റും തണുപ്പും കുളത്തിന്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടി. ഹൈന്ദവ വിശ്വാസം അനുസരിച്ചാണ് പാവനാശം എന്ന പേര് വന്നത്. ഒരു മനോഹര തീരം എന്നതിലുപരി വർക്കലയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഗ്രീക്ക് പുരാണങ്ങളിൽ ബേദ എന്ന വർക്കലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിദേശ വ്യാപാരികളുടെ ഒരു പ്രധാന തുറമുഖം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് നില കെട്ടിടങ്ങളും കഥകളും ഇവിടെയുണ്ട്. രാവിലെ ആയതുകൊണ്ട് വിദേശികളൊന്നും കണ്ടില്ല. നോക്കി ഗായ്സ്, ഇവിടെ ഞാൻ ഒരു സാധനം വാങ്ങി. ഗായ്സ്, എങ്ങനെ ഉണ്ട് ഗായ്സ്, കൊള്ളാവോ? കുറച്ചു നേരം ഞാൻ ആദ്യം കളിച്ച് നടന്നുകൊണ്ട് പോയി. ഒരു പത്തിക്കുത്തി അവർ സുഖമായി തുറങ്ങുന്നു. നോക്കിയേ ഗായ്സ്, ഒരു തത്തമ്മ. ഈ തത്തമ്മ ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം പറയുമെന്ന് പറഞ്ഞു. ഈ തത്തമ്മയ്ക്ക് എന്താ ന്യൂട്ടന്റെ തലയാ? എനിക്ക് എന്റെ ഭാവി ഒന്നും അറിയുന്നത്. എനിക്ക് ഈ തത്തമ്മയെ തരുമോന്ന് ഞാൻ മാമൻ ചോദിച്ചു. മാമൻ എന്നെ നോക്കിയോന്ന് ചിരിച്ചു. തത്തമ്മയ്ക്ക് എന്നോട് വരാൻ ഇഷ്ടമയ്ക്ക് എന്തായാലും മാമൻ സമ്മതിച്ചില്ല. ഇത് കുറേ ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് ഇവിടെ. പക്ഷേ സ്വർണത്തെക്കാട്ടി വിലയാണ്. കണ്ടു ഗായ്സ്, ബീച്ച് റിസോർട്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൗകര്യങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ ബീച്ച് എത്തി ഗായ്സ്. രാവിലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ, ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. വർക്കല ബീച്ചിലും കണ്ടെയ്നർ അറിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. ഹോമിയോ ഗുളിക പോലെയോ കുഞ്ഞു മേഘ പോലെയുള്ള സാധനങ്ങൾ വെത്തൂർ പഞ്ചായത്തിൽ നിന്നും ഇടവ പഞ്ചായത്തിൽ നിന്നും വർക്കല മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇത് പറക്കാൻ ഏർപ്പാടാക്കിയ ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടു. അവരുമായി ഞാൻ സംസാരിച്ചു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവരുടെ ജോലി. ദിവസം 950 രൂപ കിട്ടും. ഇത് ഫസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന എന്തൊരു സാധനമാണെന്ന് ഇവർ പറഞ്ഞു. ഇവരുടെ ക്യാപ്പ് കണ്ട അതിൽ കണ്ടെയ്നർ കൊണ്ടുവന്ന കമ്പനിയുടെ പേരുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന സാധനം. ശരിക്കും എനിക്ക് കണ്ട പേടിയായിപ്പോയി. നമ്മൾ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഈ മീൻ കഴിക്കുന്നതല്ലേ? ഉറപ്പായി മീനിന്റെ വയറ്റിൽ പ്ലാസ്റ്റിക് എത്തിക്കാണുമല്ലോ. ശരിക്കും പറഞ്ഞാൽ കണ്ടെയ്നർ ഇഷ്യൂ വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസമാണ് മീൻ കഴിച്ചു തുടങ്ങിയത്. അതും എനിക്ക് വിശ്വാസമുള്ള ഡോക്ടർ അങ്കിൾ പറഞ്ഞതുകൊണ്ട്. ചെറിയ മീനൊന്നും കുഴപ്പമില്ല മോളെ, ഇത് കഴിച്ചല്ലേ പറ്റൂ. നോക്കിയേ ഗായ്സ്, ഇവിടെ ഇത് ഒരുപാടുണ്ട്. ഇന്ന് ഇവിടെ ശക്തമായ തിരമാലയുണ്ട്. ലൈഫ് ഗാർഡും പോലീസ് ഓഫീസറും എല്ലാവരും ഉണ്ട്.
പോലീസ് കണ്ട് പരിചയപ്പെട്ട് ഫോട്ടോയ്ക്ക് എടുത്തു. എസ് ഐ ആയതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ല. തമിഴ്നാട് കോളേജിലേക്ക് ട്രിപ്പിന് വന്നിട്ടുണ്ട് ഇവിടെ. നോക്കി ഗൈസ്, നല്ല വെളുത്ത പിജിയൻ, നല്ല കാറ്റൊന്നും നല്ല തണുത്ത കാറ്റ്. കുറച്ചു നേരം ചാടി ഓടി കളിച്ചോണ്ടേക്ക്. വാവ്, നല്ല തണുത്ത കാറ്റ്, എൻ്റെ പൊന്നീ സൂപ്പർ കാറ്റ്. അപ്പോഴേക്കും ഞാൻ ഷെൽസ് ഒക്കെ അവർ കളക്ട് ചെയ്തു. കണ്ടോ ഗായ്സ്, കുഞ്ഞു തോട്. ഈ തോട് കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ ഗായ്സ്. റിസോർട്ടിലുള്ള വേസ്റ്റ് ഒക്കെ ഇല്ലോതി ഒഴിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിലെ മറ്റ് ബീച്ചുകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി ഒരു വശത്ത് ചെങ്കുത്തായ പാറക്കുത്തുകളും മറുവശത്ത് വിശാലമായ കടൽ തീരങ്ങൾ ഉള്ള ഒരു പ്രത്യേക അന്തരീക്ഷമാണ് നമുക്ക് വർക്കല എങ്ങും കാണാവുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ സൗന്ദര്യ രഹസ്യവും. വിദേശികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കരകൗശല വസ്തുക്കളും ഇവിടെയുണ്ട്. കണ്ടു ഗായ്സ്, ഇത് നല്ല ഭംഗിയുള്ള ബാഗ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഭംഗി കാണുമെങ്കിൽ രാത്രി വരണം. ഈ പടവുകൾ കയറിപ്പോയ ഹെലിപ്പാടെത്തും. ഹെലിപ്പാഡിലെ വിശേഷങ്ങളിലായി അടുത്ത വീഡിയോ കാണാം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്.